ശ്രീറാം ജയ രാം ജയ ജയ രാം ശ്രീറാം ജയ രാം ജയ ജയ രാം. പഠിച്ചോളൂട്ടോ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങളോട് പറയണ പഠിച്ചോളാൻ. ഞാൻ പറഞ്ഞ കാര്യം കാരണം കൽപ്പന വന്നിരിക്കുകയാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠ ഇവിടെ നടക്കുമ്പോൾ മുസ്ലിം പള്ളികളിൽ ഖത്തീബുമാരും ഇമാംമാരൊക്കെയും കേൾക്കാൻ വേണ്ടിയിട്ട് ചെല്ലിയത്. അത് കാണാപ്പടം പഠിക്കണ്ടേ? അവിടെ എല്ലായിടത്തും ഈ പ്രതിഷ്ഠ നടക്കുമ്പോൾ മുസ്ലിം പള്ളികളിലും ദർഗകളിലും 11 തവണ ഈ മന്ത്രം ചൊല്ലിക്കൊള്ളണം. ആരാ പറയുന്നത്? RSS ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാർ. ഒന്നുകൂടിയും നിങ്ങളെ കേൾപ്പിക്കാം. ശ്രീറാം ജയ രാം ജയ ജയ രാം ശ്രീറാം ജയ രാം ജയ ജയ രാം. പഠിച്ചോളൂ, നല്ലപടി ജീവിക്കാൻ പറ്റുള്ളൂ എന്നാ പറയണേ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സെൻസേഷണൽ ആയിട്ടുള്ള ചർച്ചാ വിഷയം, ഡിബേറ്റ്, അത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പണിയുന്ന രാമക്ഷേത്രമാണല്ലോ. രാമക്ഷേത്രം പണിതോട്ടെ, എനിക്ക് യാതൊരു വിഷമമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ? പണിതോട്ടെ, രാമക്ഷേത്രം പണിതോട്ടെ. എത്രയോ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, ഒരെണ്ണം കൂടി അവിടെ കിടക്കട്ടെ. പക്ഷെ ഇപ്പൊ ഈ രാമക്ഷേത്രം അവിടെ പടുത്തുയർത്താൻ പോകുന്ന അതിന്റെ ഉദ്ഘാടനത്തിന്റെ സമയമായി. അത് വെറും ഒരു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അതിനോടൊപ്പം ഇലക്ഷൻ, അതിൽ ഈ രാമക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ അതിനകത്ത് അരച്ചു ചേർക്കല്. ഇപ്പൊ മോഡി എവിടെ പോയാലും, പ്രധാനമന്ത്രി മോഡി എവിടെ പോയാലും രാമക്ഷേത്രത്തെക്കുറിച്ച്, ഞാൻ ദുബായിൽ എക്സ്പോ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയിരുന്നു. അതിൽ ഏറ്റവും നല്ല എക്സ്പോയിൽ ഏറ്റവും നല്ല സ്റ്റാൾ ഉണ്ടായിരുന്നത് സൗദി അറേബ്യയുടെയാണ്. മതിയാവില്ല, കാരണം അത് കാണുമ്പോഴേക്കും ഒരു ദിവസം കഴിയും. അതിനോട് കിടപിടിച്ചു നിൽക്കുകയായിരുന്നു ജർമ്മനിയുടെ. അങ്ങനെ അവസാനം 2-2.5 മണിക്കൂർ ക്യൂ നിന്ന്, നിറയെ മലയാളികളാണല്ലോ അവിടെ, 2-2.5 മണിക്കൂർ ക്യൂ നിന്ന് ഇനി എന്താണ് ഇന്ത്യയുടെ സ്റ്റാളിലുള്ളത് നോക്കാൻ വേണ്ടി അവിടെ കയറി നോക്കിയപ്പോൾ കംപ്ലീറ്റ്, നമുക്ക് ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. ബുദ്ധമതത്തിൻ്റെ പാരമ്പര്യം, മഹാത്മാഗാന്ധിയുടെ, നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, അതിന് മുമ്പുണ്ടായിട്ടുള്ള സിന്ധു ഗംഗാ നദീതട സംസ്കാരങ്ങളുടെ, നളന്ദ തക്ഷശിലയുടെ ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ, അതൊന്നുമില്ല. കംപ്ലീറ്റ് ക്ഷേത്രങ്ങളുടെ ചിത്രം വരച്ചു വച്ചിരിക്കുകയാണ്. കാലത്ത് കയറിയിട്ട് 3-4 മണിക്കൂർ കൊണ്ടാണ് വിശന്ന് പൊരിഞ്ഞപ്പോഴാണ് സൗദി അറേബ്യയുടെ സ്റ്റാളിൽ നിന്ന് പുറത്തിറങ്ങിയതെന്ന് വെച്ചാൽ ഇത് കണ്ട് ഒറ്റ ഓട്ടമാണ്, കാണാനൊന്നുമില്ല. ദേവതകളുടെ ചിത്രങ്ങളും അമ്പലങ്ങളുടെ ചിത്രങ്ങളും അതിൽ കൂടുതലായിട്ട് മറ്റാളുടെ മുഖം എവിടെയും കാണാം. അവിടെ നോക്കിയാലും, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. അതേപോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാൽ എന്താണ്, അവിടെല്ലാം ആ തന്നെ ആ ചിത്രം തന്നെയുള്ളോ? താടിവാല എൻ്റെ ചിത്രമല്ല കേട്ടോ, അതന്നെ ചായവാല, അങ്ങനെ ചിത്രം മാത്രം വെച്ചിരിക്കുക അവിടെ. അപ്പൊ അതുപോലെ ഇപ്പൊ അവിടെ അയോധ്യയിലെ പ്രതിഷ്ഠ രാമന്റെ പ്രതിഷ്ഠയാണെന്ന് ഒരു പറച്ചിൽ മാത്രമല്ല. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് നരേന്ദ്രന്റെ പ്രതിഷ്ഠയാണ്. അതാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ കളികൾ അതാണ്. അവിടെ അത് മാത്രമേ ഉള്ളൂ. അയോധ്യയിൽ പോയി കഴിഞ്ഞാൽ സർവം മോഡിമയമാണ്. ഇങ്ങനൊരു ക്ഷേത്രോദ്ഘാടനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ക്ഷേത്രത്തിനകത്താണ് സാറിന് നടക്കേണ്ടത്.
ഇപ്പൊ പറയുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, മുസ്ലിം പള്ളികളിലും ദർഗകളിലും 11 തവണ. എന്താണ് ഈ 11 തവണ എന്നുള്ള കണക്ക് എനിക്കറിയില്ല കേട്ടോ. 11 തവണ ഈ പാട്ട് പാടണം. അതാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ശ്രീറാം ജയ രാം ജയ ജയ റാം, ശ്രീറാം ജയ രാം ജയ ജയ റാം, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം അത്ര പള്ളികളിൽ 11 തവണ. RSന്റെ കൽപ്പനയാണ്. നിങ്ങളെ തമാശയായിട്ട് എടുക്കേണ്ട. ആ കൽപ്പന അനുസരിക്കാൻ ഇവിടെ കുറെ മുസ്ലിം സംഖ്യകൾ ഉണ്ടെന്നുള്ള കാര്യം വേറെ. അയോധ്യയിലേക്ക് ബോംബെയിൽ നിന്ന് ഒരു മുസ്ലിം പെൺകുട്ടി നടന്നു പോകുന്നുണ്ട്. എന്ത് തണ്ടിയൊക്കെ കിട്ടാനെന്ന് അറിയില്ല. അവിടെ ചെന്നാൽ അപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പോട്ടെ നടന്നു പോട്ടെ, കിട്ടിയാൽ നല്ലത്. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് മുസ്ലിം പള്ളികളിൽ, മുസ്ലിം ദർഗകളിൽ, മദ്രസകളിൽ ശ്രീറാം ജയറാം ജയ ജയറാം എന്ന് മന്ത്രം 11 തവണ വിളിക്കണമെന്ന് RSSന്റെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാർ ജി പറഞ്ഞിട്ടുണ്ട്. രാം മന്ദിർ, അതുപോലെ രാഷ്ട്രമന്ദിർ, കോമൺ ഹെറിറ്റേജ്. രാം മന്ദിർ, രാഷ്ട്രമന്ദിർ. രാം മന്ദിർ വേറൊരു അമ്പലമല്ല, അത് രാഷ്ട്രമന്ദിരമാണ്. ഇറ്റ്സ് എ കോമൺ ഹെറിറ്റേജ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളുടെ RS നേതാവ്, എക്സിക്യൂട്ടീവ് അംഗം, RS ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാർ ഇങ്ങനൊരു കലക്കിയത്. ഇന്ത്യയിൽ ഏകദേശം 99% മുസ്ലിങ്ങളും മറ്റ് ഹിന്ദുക്കളും അവരെല്ലാം ഈ രാജ്യക്കാരാണ്. നമുക്ക് പൊതുവായിട്ടൊരു പൂർവികരുണ്ട് ഇവിടെ. അതാരെ ഹിന്ദുക്കളാണോ? ആര്യന്മാരാണെങ്കിലും ദ്രാവിഡന്മാരാണെങ്കിലും അവരൊന്നും അന്ന് ഹിന്ദു എന്ന വർഗീകരണം അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതെന്തോ അത് വിപുലമായിട്ടുള്ള മറ്റൊരു വശമാണ്. നമുക്ക് പൊതുവായിട്ടൊരു പൂർവികരുണ്ടായി, അതുവരെ പറയുന്നത് ഹിന്ദുക്കളെന്നാ. ആ പേര് എവിടെന്നാ കിട്ടിയത്, എന്നാ വന്നത്, ആ ചോദ്യങ്ങളൊക്കെ വരും കൂട്ടത്തിൽ. ഏതായാലും ആ വന്നവർ മതം മാറി, ഇവിടെയുള്ളവരെ മതം മാറ്റി, ഇവിടെയുള്ളവർ മതം മാറി. മാലിക് ദിനാർ വന്നു. അദ്ദേഹം ഇവിടുന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. അവർ മതം മാറിയിട്ടുണ്ട്. ആർക്കും എതിർപ്പും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ രാജ്യം മാറിയിട്ടില്ല, മതം മാറിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നാണ് ഇന്ദ്രേഷ് കുമാറിന്റെ ന്യായം. അയോധ്യയിൽ പ്രതിഷ്ഠാ സമർപ്പണ ചടങ്ങ് നടക്കുമ്പോൾ ഇസ്ലാം മാത്രമല്ല, ക്രിസ്ത്യൻ മാത്രമല്ല, സിഖ് വിഭാഗക്കാര്, മറ്റേതെങ്കിലും മതം പിന്തുടരുന്നവര്, ഇതൊന്നും എല്ലാവരും അവരവരുടേതായിട്ടുള്ള സങ്കല്പങ്ങൾ, അവരവരുടേതായിട്ടുള്ള ആരാധനാ രീതികൾ, അവരുടേതായിട്ടുള്ള ഉപാസനാ രീതികൾ, അങ്ങനെ നടന്നു പോയാൽ പോരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് നമ്മളുടെ ഇന്ത്യയിൽ വലിയൊരു അമ്പലം വരുന്നു, ഹിന്ദു സഹോദരന്മാരുടെ അമ്പലം, ആ അമ്പലം വരുന്ന സമയത്ത് ഞാൻ കുറച്ച് പടകം പൊട്ടിക്കാൻ പോകും, നിങ്ങൾ പൊട്ടിച്ചോളൂ. പക്ഷെ നിങ്ങൾ ആ പടകം പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ ആരവിടെ പൊട്ടിക്കുക? എന്നിട്ട് പൊട്ടിക്കാത്ത എവിടെ? കണ്ടോ അവൻ ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ മന്ത്രം മുഴക്കാൻ പറഞ്ഞു, നമുക്ക് മുഴക്കിക്കൂടെ? എന്താ കുഴപ്പം? നാളെ ഒരു പള്ളി വരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹു അക്ബർ എന്നൊരു ഹിന്ദുവിനെ വിളിക്കണം തോന്നിയാൽ എന്തിനാ അയാളുടെ മുഖത്ത് കുത്തേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഏതൊരു ഹിന്ദുവിനോട് പറയാം താൻ അങ്ങനെ വിളിച്ചോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ വിളിച്ചു എന്ന് വരില്ല. 2 ഇടി കിട്ടിയാലും വേണ്ടില്ല, വിളിക്കില്ലടാ ഞാൻ എന്ന് പറയും. അപ്പം അതുപോലെയല്ല ഇയാൾ ആവശ്യമില്ലാതെ ഇങ്ങനെ വരെ കുത്തിത്തിരിപ്പ് എന്നാണ് കേരളത്തിൽ നിന്നുള്ള ഭാഷയാണ് കുത്തിത്തിരിപ്പുകൾ. അപ്പൊ ഇസ്ലാമിന് മാത്രമല്ല കേട്ടോ, ഇസ്ലാം, ക്രിസ്ത്യൻ, സിഖ് വിഭാഗക്കാർ, മറ്റേതെങ്കിലും മതം പിന്തുടരുന്നവര് അതത് ആരാധനാലയങ്ങളിൽ സമാധാനത്തിനും ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കാളികളാകണമെന്ന് RSS നേതാവ് ആവശ്യപ്പെട്ടു. RSS നേതാക്കന്മാർ വന്ന് പറയണം നാളെ എല്ലാവരും
അവരെന്താണോ പറയുന്നത് അതിനെതിരായിട്ട് ഈ രാഷ്ട്രം ചെയ്യുള്ളൂ. ഏറ്റവും കുറഞ്ഞ് ദക്ഷിണേന്ത്യയെങ്കിലും അംഗീകരിക്കില്ല. അംഗീകരിക്കത്തക്കതായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനമല്ല ഇന്ത്യയിലിപ്പോൾ സംഘപരിവാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിൽ സമാധാനത്തിനും ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ തന്നെയാണോ സംഘി ഇവിടെ എല്ലാവരും ചെയ്യുന്നത്? ആരും ഒരിക്കൽ പോലും ഒരു പ്രാർത്ഥനാലയത്തിലും ഒരു ദർഗയിലും ഒരു പള്ളിയിലും ഒരു ചർച്ചിലും ഒരു മദ്രസയിലും നിങ്ങൾ വലിയ ആൾക്കാരാകുമ്പോൾ ഇന്ന ആൾക്കാരെ മൂക്കത്ത് ഇടിച്ചോളണമെന്ന് ആരും പറഞ്ഞു പരത്തിയിട്ടില്ല. അവിടെ സമാധാനത്തിന് വേണ്ടിയിട്ട്, ഐക്യത്തിന് വേണ്ടിയിട്ട്, സാഹോദര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയല്ല, പ്രവർത്തിക്കണം. നിങ്ങൾ പ്രവർത്തിക്കണം. ആര്? RSSകാർ. നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുലടയുടെ ചാരിത്ര പ്രസംഗം പോലെ ഉണ്ടാവും, യേശുയുടെ ചാരിത്ര പ്രസംഗം പോലെ. നമുക്ക് പൊതുവായിട്ടുള്ള പൂർവികരുണ്ട്. അത് ദ്രവീഡിയൻ കൾച്ചറുള്ളവരായിരിക്കാം, വിന്ധ്യാശതപുരയുടെ അപ്പുറത്തുള്ള ആര്യ സമ്പർക്കമുള്ള ആൾക്കാരായിരിക്കാം. അതിന് ഹിന്ദു എന്നുള്ള കാര്യം പെടുന്നില്ല അവിടെ. ഇതിലൊന്നും പെടാത്തവർ വേണ്ടത്രയുണ്ട്. കപാലം കയ്യിലേന്തി കിടക്കുന്ന കാപാലികനൊരു സംസ്കൃതി ഉണ്ടായിരുന്നു. അസ്തിത്വവാദത്തെ ചോദ്യം ചെയ്ത് നാസ്തികവാദം അതുണ്ടായിരുന്നു. പക്ഷെ ഹിന്ദു എന്നൊരു വാക്ക് നിങ്ങൾ ഒരു പുരാണത്തിലെടുത്ത് നോക്കിയാലും കാണില്ല. അത് ഇടക്കാലത്ത് ഇംഗ്ലീഷുകാർ വന്നിട്ട് ആരെങ്കിലും കൊണ്ടിട്ട പേര് മാത്രമാണത്. അതിൻ്റെ പൂർവികമായിട്ടുള്ള സ്വത്വം അതൊരിക്കൽ പോലും ഇന്ന് കാണുന്ന ഹിന്ദുത്വ സ്വത്വമോ ഹിന്ദു സ്വത്വമോ അല്ല. അങ്ങനെ ആക്കി തീർക്കാനാണ് ആരാണ് ഇവിടെ ശ്രമിക്കുന്നത്. നാം എല്ലാവരും ഈ രാജ്യക്കാരാണ്. അത് റൈറ്റ്. നായനാർ പറഞ്ഞ പോലെ അത് റൈറ്റ്. നമുക്ക് വിദേശികളായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ മാമൂണി അവിടെ പോകണമെന്ന് മാത്രം. ദർഗകളിലും മക്തബുകളിലും, എന്താണ് മക്തബ് എന്നറിയില്ല, മദ്രസകളിലും മസ്ജിദുകളിലും 11 തവണ ശ്രീരാം ജയറാം ജയ ജയ ജയറാം എന്ന 11 പ്രാവശ്യം വിളിക്കണമെന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. ശേഷം നിങ്ങളുടെ വാൻകുളിക്ക് അതുപോലെ ആയിക്കോളൂ. അപ്പം എങ്ങനെയാണത്? ജയ് ശ്രീരാം, അതിനുശേഷം വാങ്കുളി. RSSന്റെ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് അങ്ങനെ ഒരെണ്ണമുണ്ട്. മുസ്ലിം രാഷ്ട്രീയ മഞ്ച്, അതിൻ്റെ രക്ഷാധികാരി കൂടിയാണ് കേട്ടോ ഈ പറഞ്ഞ ഇന്ദ്രേഷ് കുമാർ. ഗുരുദ്വാരകൾ അവിടേക്ക് ചെല്ലുക വേണ്ടോ? അവരുടെ കൃപാണമുണ്ട്, കത്തി. ഗുരുദ്വാരകളിലും ക്രിസ്ത്യൻ പള്ളികൾ അടക്കമുള്ള എല്ലാ മതകേന്ദ്രങ്ങളിലും ജനുവരി 22 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മനോഹരമായി അലങ്കരിക്കുകയും പ്രതിഷ്ഠാ ചടങ്ങ് പരിപാടി ടെലിവിഷനിൽ കാണുകയും വേണം. എല്ലാവരും കാണിച്ചു കൊടുക്കണം. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും സമാധാനത്തിനും ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ അഹിന്ദുക്കളും ആ സമയം ദീപം തെളിയിക്കണം എന്നാവശ്യപ്പെട്ട അദ്ദേഹം രാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല, ലോകത്തുള്ള എല്ലാവരുടേതുമാണെന്നുള്ള മുൻ ജമ്മു കാശ്മീർ ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന എടുത്തു പറഞ്ഞു. അതെല്ലാം ചില സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും പറയും. അതൊക്കെ അതാരും കുത്തിച്ചേർത്തേണ്ട കാര്യമല്ല. രാമൻ ഇവിടെ ആരെയും, രാമനെ കുറിച്ച് ആരും ഇവിടെ മോശമായിട്ട് ആരും ഒരു മുസ്ലിം ഇതുവരെ പറഞ്ഞിട്ടില്ല രാമൻ അത് ശരിയല്ലെന്ന്. മഹാനായിരിക്കുന്ന പുണ്യാത്മാവായിരിക്കുന്ന ദേവദൂതര് അത് എത്ര തവണ പ്രഖ്യാപിച്ചു? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. നിങ്ങളുടെ മതം മനോഹരമായിട്ട് അന്തസ്സായിട്ട് നിങ്ങൾ അതിൻ്റെ ആചാര ഉപചാരങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളും അതുപോലെ തന്നെ. നമുക്ക് അന്യോന്യം സഹായിക്കാം, തോളത്ത് കൈയിടാം, പക്ഷെ വാരു കൂട്ടിക്കെട്ടരുത്. അവരുടെ ആരാധനാ സമ്പ്രദായത്തിൽ കൈകടത്തരുത്, ഇവരുടെ വിശ്വാസത്തിന് കൈകടത്തരുത്. നാളെ അപ്പുറത്തൊരു അമ്പലം തകർന്നാൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതാണ്, ഞാൻ പൈസ കൊടുക്കും അമ്പലം പണിയാൻ. പക്ഷെ അമ്പലത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല. അതെൻ്റെ വിശ്വാസം വേറെ ഒന്നാണ്. ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലൊതുങ്ങി നിൽക്കുകയാണ്. പക്ഷെ ഒരു സഹോദരൻ്റെ വീട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അതാരും നമ്മളുടെ ആളാണോ എന്ന് ചോദിക്കില്ല. ഞാൻ ഓടിച്ചെല്ലും.
കയ്യിലുള്ളത് അവിടെ കൊടുക്കും. ഒരു അമ്പലത്തിന് പിരിവിനെന്നാ കൊടുക്കും. പക്ഷെ ആചാര ഉപചാരങ്ങൾ അവരവരുടേതായിട്ടുള്ള രീതികൾ ഞാൻ എൻ്റെ രീതിയിലായിട്ട് നടത്തും. ഇതാണ് ശരിയായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. എല്ലാം കൂടിയിട്ട് അവിയിൽ പരുവാക്കുന്നതല്ല, കോക്ടെയിൽ ആക്കുന്നതല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അമ്പലം വരട്ടെ, രാമക്ഷേത്രം വരട്ടെ, ഹിന്ദുക്കളേക്ക് അവിടെ പോകട്ടെ, ഇനി മുസ്ലിങ്ങൾക്ക് ആരെങ്കിലും പോകണോ അവരും പോട്ടെ, കോൺഗ്രസ്സുകാർ പോട്ടെ, കമ്മ്യൂണിസ്റ്റുകാർ പോട്ടെ, പോകണ്ടെങ്കിൽ പോകണ്ട. രാമക്ഷേത്രം അവിടെ വരുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്ത് ബാബറി മസ്ജിദ് ഉയരുന്നുണ്ട്. ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. അടുത്ത തലമുറയിൽ അടിയും തല്ലും കൂടാതെ അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അത് മനസ്സുകൊണ്ട്, അത് പള്ളിക്കകത്തിരുന്ന് മൈക്കിൽ കൂടെ ജയറാം ശ്രീറാം ജയറാം എന്ന് വിളിച്ചു പോവലല്ല. അങ്ങനെ വിളിക്കാൻ പറയുന്ന ആളുടെ തലയ്ക്കകത്ത് എന്താണെന്നൊന്ന് പരിശോധിച്ചാൽ നല്ലതായിരിക്കും. പരിശോധിക്കാനൊന്നുമില്ല, കട്ട ചാണകം, വേറൊന്നുമല്ല അതന്നെ.